വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സബൂദന മിൽക്ക് പുഡിംഗ് ആയിട്ടാണ്. ഒരു പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണിത്. ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് ചൊവ്വരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൊവ്വരി നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കുറുക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഈ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ചൂടൊന്ന് വിട്ട ശേഷം ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി പുഡിംഗ് സെറ്റാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നങ്ങോട്ട് ടാപ്പ് ചെയ്ത ശേഷം ഇത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 4 to 6 hours വെക്കണം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്തെടുക്കാം. ഇതിൽ ഫ്രഷ് ക്രീം ചേർത്ത കാരണം ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടുകയാണെന്നെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.